ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, സിബിനും അതുപോലെ തന്നെ പൂജയും കിട്ടിയത്. പൂജ പിന്നെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള ഇതുകൊണ്ട് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാണ് പൂജ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ സിബിൻ ഇന്ന് വരെ തിരിച്ചു വരും, ഇന്ന് അല്ലെങ്കിൽ നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, എന്നേക്കുമായിട്ട് ബിഗ് ബോസിൽ നിന്നും പൂജയും അതുപോലെ സിബിനും കിറ്റ് ചെയ്തു പുറത്ത് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊന്നും വരാൻ ഒരു ചാൻസ് ഇല്ല. എന്നേക്കുമായി എന്ന് പറയുമ്പോൾ ഈ സീസണിൽ വരുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും പുറത്ത് പോയി. സിബിൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ സിബിൻ ടോപ്പ് 5 വരെ എത്താനുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. ചിലപ്പോൾ സിബിൻ ടോപ്പ് 5 എത്തിയെങ്കിൽ കപ്പ് വരെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അത്രയ്ക്കും നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. സിബിൻ വന്നതിന് ശേഷമാണ് ആ ബിഗ് ബോസ് തന്നെ ഒന്ന് ഉണർന്നത്, അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഒന്ന് ഉണർന്നത്. അതുപോലെ തന്നെ ജിൻഡോയ്ക്കും കുറച്ചൊരു സപ്പോർട്ട് കിട്ടിയത് സിബിൻ വന്നതുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ എന്തായാലും ജിൻഡോ ഒറ്റപ്പെടും, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇനി സംഭവിക്കും അവിടെ. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടാണ്, ജിൻഡോ മാത്രമാണ് ഒറ്റപ്പെട്ട് പോകുന്നത്. അപ്പോൾ സിബിൻ നല്ലൊരു സപ്പോർട്ടറായിരുന്നു. സിബിൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് ആരുടെ മുഖത്താണെങ്കിലും നോക്കി പറയുമായിരുന്നു. പക്ഷേ പൂജയും അത് തന്നെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. പൂജയും പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. പൂജയും അതുപോലെ തന്നെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. രണ്ടുപേരും ടോപ്പ് 5 എത്താനുള്ള എല്ലാ യോഗ്യതയുള്ള നല്ല രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ രണ്ടുപേരും പോയി എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ളൊരു പ്രോമോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നേക്കുമായിട്ടാണ് പോയിരിക്കുന്നത്. ഇനി യാതൊരു കാരണവശാലും അവർ തിരിച്ചു വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര ഒരു സങ്കടമായി പോയി സിബിൻ പോയത്. സിബിൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പൂജയെ പിന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, പൂജയ്ക്ക് അത്രയ്ക്കും വയ്യായിരുന്നു, അതുകൊണ്ട് പൂജ വരുന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ സിബിൻ്റെ കാര്യം കുറച്ചൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരെയും കണ്ണിരാഴ്ത്തിക്കൊണ്ട് സിബിനും പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ എത്തി എന്നുള്ളൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. ഇനി അപ്പോൾ സിബിൻ്റെ പുതിയ അതെന്തായാലും പുറത്തുനിന്ന് കാണാം. എന്തായാലും എന്താണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരിക്കും സിബിനും പൂജയും. ഇപ്പോൾ എന്താണ് ഇവൻ വന്നിട്ടുണ്ട്, മറ്റുള്ള എപ്പിസോഡുകളിലെല്ലാം ഓരോരുത്തർ റിയാസ് അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട്. റിയാസ് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, കളിക്കാൻ നല്ലൊരു ഇതായിരുന്നു, പക്ഷെ പുറത്ത് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. പക്ഷെ സിബിൻ പൂജ എന്ന് പറയുകയാണെങ്കിൽ പുറത്ത് നല്ലൊരു സപ്പോർട്ട് ആയിരുന്നു സിബിനും പൂജയ്ക്കൊക്കെ. പക്ഷെ ഇവർ പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവൻ്റേതായിട്ടുള്ള മാനസികമായിട്ട് ബിഗ് ബോസും ലാലേട്ടനും ഭയങ്കരമായിട്ട് സിബിനെ ഇല്ലാതാക്കി. അത് മാത്രമാണ് സിബിൻ ഇന്ന് ഈ എപ്പിസോഡിൽ ഇല്ലാതെ പുറത്തു പോയത്. എന്തായാലും മത്സരാർത്ഥി തന്നെയായിരുന്നു. സിബിൻ പോയതിന് നല്ല സങ്കടമുണ്ട്. സിബിനും പൂജയും പോയതിന് ലാലേട്ടനാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം. എന്താണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് മാനസികമായിട്ട് അവനെ പുറത്താക്കി. പവർ റൂമിൽ നിന്നാണെങ്കിലും അതുപോലെ പവർ റൂമിൽ കയറിയത് മുടനെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിറങ്ങണം എന്നുള്ളൊരു വിലക്കൊക്കെ വന്നു. അതിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വീക്കായിപ്പോയി സിബിൻ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് സിബിൻ്റെ ഇത് സമ്മതിക്കണ്ടായിരിക്കും. സിബിൻ വിചാരിച്ച് പുറത്ത് ഒരു സപ്പോർട്ടും ഇല്ലാതെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അവർ പറയുന്നതെന്ന് വിചാരിച്ച് കാണും. എന്തായാലും സിബിൻ പുറത്ത് പോയിരിക്കുകയാണ്. ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഈ ഒരു ഇത് വന്നപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇനി പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.